ഹായ് ഗായ്സ്, നമുക്ക് രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ നോക്കിയിട്ട് കാണുന്നില്ല വേഗമാവുന്നത്. അപ്പോൾ സോയാബീൻ ജസ്റ്റ് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് വേഗം റെഡിയാക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ. രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഇതിട്ട് കുറച്ച് സമയം വെച്ച് പിന്നെ ഇത് മൂന്നാമത്തെ വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. ഓക്കെ, ഇത് കഴുകിയ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല തിരുമ്മി വെക്കണം. പൊടി ഇട്ടിട്ടുണ്ട്, ഇതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. സ്വല്പം കുരുമുളക് നമ്മുടെ വയറിനൊക്കെ നല്ലതല്ല. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിവായ കുട്ടികൾ കഴിക്കൂല. നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടിയാട്ടോ. കുറച്ചതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടില്ല അല്ലേ? ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതെടുക്ക്. സ്വല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് മിക്സ് ആക്കാം. നമുക്ക് വേറെ പണിയുണ്ട്. ഇതില് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂട്ടുകാരെ, ഇത് ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ടായതുകൊണ്ടാണ് കളയാൻ തരുന്നത് കേട്ടോ. സോയാബീൻ ഓൾറെഡി നല്ല ചൂടുവെള്ളത്തിൽ കുറച്ചൊന്നും ഇരുന്നത് കൊണ്ട് ഓൾറെഡി വെന്തതാണ്. നമുക്ക് കുറച്ച് സമയം കൂടി ഈ എണ്ണയിൽ കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. ഓൾറെഡി വെന്തതായതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റുമ്പോഴത്തേക്ക് സോയാബീൻ റെഡിയാവും. എനിക്കും രാവിലെ പോകണം, കുട്ടികൾക്കും പോകാൻ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. ഇതാണ് വേഗം. കൂട്ടുകാരെ, നമ്മുടെ സോയാബീൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ വറുത്തിട്ടത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമായിട്ടോ വറുത്തിടുന്നതിൻ്റെ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. വെളുത്തുള്ളി നമ്മുടെ വയറിനും നല്ലതല്ല. കൂട്ടുകാരെ, നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായത് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കും. ഞാൻ സാധാരണ തോരനാണ് ആക്കാറ്. അവർക്ക് ഫ്രൈ ആക്കി കൊടുക്കണമെന്നൊരാഗ്രഹം. ജസ്റ്റ് അത്ര സമയം, ഒരു 5 മിനിറ്റ് ഇതിനകത്ത് അടുപ്പത്ത് ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ആക്കുന്നത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇത്രയേ വേണ്ടു. സൂപ്പർ. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.